ചുടുകാട്ടിലേക്ക് പോകാം. അവിടെ മുഹമ്മദ് ആഷിഖുണ്ട്. നമുക്കറിയാം ഇന്നലെ കണ്ട ആ ഒരു തിരക്ക്, ആളുകൾ VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പുന്നപ്ര വയലാർ സമരചരിത്രത്തിൽ അവിടെ ധീര രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ VS-നും വിരോചിതമായൊരു യാത്രയയപ്പ് നൽകിയിരിക്കുന്നു. ആ മണ്ണിൽ ഇന്നിപ്പോൾ ഒരുപക്ഷെ ശൂന്യതയായിരിക്കാം, ഇന്നലെ ഉണ്ടായ തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. പക്ഷേ മലയാളികളുടെ പ്രിയപ്പെട്ട VS അവിടെയാണ് അന്തി ഉറങ്ങുന്നത് എന്നുള്ളത് തന്നെ വലിയ ചുടുകാട്, അല്ലെങ്കിൽ തന്നെ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപമായി അറിയപ്പെടുന്നതാണ്. അവിടെ ഇനി VS കൂടി ചേരുമ്പോൾ അതൊരു വലിയൊരു ബഹുമതിയായിരിക്കും വലിയ ചുടുകാടിനും. ആഷിഖ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജിൽസി, അതുതന്നെയാണ്. വലിയ ചുടുകാടിലെ ആൾക്കൂട്ടങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഒറ്റപ്പെട്ടും മറ്റുമായി ആളുകൾ VS-ന്റെ ശ്മശാനത്തിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും എത്തുന്നുണ്ട്. ഒന്നോ രണ്ടോ പേർ. ഞാനിവിടെ രാവിലെ വരുമ്പോൾ ഒരു കൊച്ചുമകനെയുമായി ഒരു പിതാവ് വന്നു നിന്ന് ശ്മശാനത്തിന് മുൻപിൽ നിന്ന് അന്ത്യോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ നിലയിൽ ഒന്നോ രണ്ടോ പേർ, ഒരുപക്ഷെ ഇന്നലെ എത്താൻ കഴിയാത്തവരായിരിക്കാം, അവർ ഈ വലിയ ചുടുകാട്ടിലേക്ക്, വിപ്ലവത്തിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് വരികയും VS അച്യുതാനന്ദൻ എന്ന സമരസഖാവിനെ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും എത്തുന്നുണ്ട്. ജിൽസി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പുന്നപ്രയുടെ മണ്ണിൽ വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദൻ്റെ ഒരു ശ്മശാനം കൂടി, ഒരു ശവകുടീരം കൂടി ഉയരുമ്പോൾ അത് പുന്നപ്രയുടെ മണ്ണിൻ്റെ പ്രസക്തി വലുതാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുന്നപ്ര വയലാർ സമര നേതാക്കളുടെ, പിന്നീട് ഇങ്ങോട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളൊക്കെയും അന്തി ഉറങ്ങിയ മണ്ണാണ് പുന്നപ്ര വയലാർ. അവിടേക്കാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ വന്നു ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ്റെ സമര ചരിത്രം തുടങ്ങുന്നതും പുന്നപ്രയിൽ നിന്നാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഒരു വൃത്തം പൂർത്തിയാക്കുന്നത് പോലെ VS തൻ്റെ ജീവചരിത്രം പൂർത്തിയാക്കി എന്ന് പറയാം. ഇവിടുത്തെ കാഴ്ചകൾ, ദൃശ്യങ്ങളിൽ കാണാം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കൾ KT പുന്നൂസ് മുതൽ K ജോർജ്, TV തോമസ്, അങ്ങനെ R സുഗതൻ, അങ്ങനെ നിരവധിയായ നേതാക്കളുടെ ശവകുടീരങ്ങൾ ഉറങ്ങുന്നുണ്ട്. കൂടാതെ പുന്നപ്ര വയലാർ വിപ്ലവത്തിൽ CP-യുടെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ച സാധാരണക്കാരായ വിപ്ലവകാരികളുടെ ശവകുടീരമടക്കം നിരക്കുന്ന ഈ വിപ്ലവ ഭൂമിയിലേക്ക് VS അച്യുതാനന്ദൻ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ പുലർച്ചെയും ആളുകൾ എത്തുന്നുണ്ട് VS-ന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള തലമുറകൾ VS അച്യുതാനന്ദനെ ഓർക്കുന്നത് ഇവിടേക്കാണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു മരണാനന്തര ജീവിതം എന്നൊന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശവകുടീരങ്ങളിലേക്കുള്ള, ശ്മശാന ഭൂമികളിലേക്കുള്ള യാത്ര വരും കാലങ്ങളിൽ സമരങ്ങൾക്കുള്ള ഊർജമാകുവാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ്. ഈ കടന്നുപോയ നേതൃത്വത്തിൻ്റെ ജീവിത സമരങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് വരും സമരങ്ങളിലേക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശ്മശാന ഭൂമികളിലേക്കുള്ള സന്ദർശനം. ആ നിലയിൽ VS അച്യുതാനന്ദൻ്റെ സന്ദർശനം, VS അച്യുതാനന്ദൻ്റെ ശവകുടീരത്തിലേക്കുള്ള സന്ദർശനം വലിയ ഒരു ആവേശമായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാമെന്ന് തോന്നുന്നു. VS അച്യുതാനന്ദൻ ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതാണ് അല്ലേ? ഞങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നുകൂടെ വന്നേക്കാന്ന് വിചാരിച്ച് രാവിലെ എത്തിയത്. എങ്ങനെ ഓർക്കുന്നു അച്യുതാനന്ദനെ? നല്ല എല്ലാവരെ പോലെ നമ്മൾ ആ ആവേശം ഉൾക്കൊണ്ട്, ഊർജ്ജം ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്. VS-ന്റെ ഊർജ്ജമാണല്ലോ നമുക്കിപ്പം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നത്. തീർച്ചയായും കേരളം എങ്ങനെ VS അച്യുതാനന്ദനെ ഓർക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതേ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും ആൾക്കൂട്ടങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ജിൽസി.